പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, കഴിഞ്ഞ ദിവസം നമ്മൾ പിശാച് മനുഷ്യനിൽ ചെലുത്തുന്ന സ്വാധീനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഇനിയും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്ന് ഉദ്ദേശിക്കുന്നത് ഈ റുഖിയ ശർഇയ്യ എന്ന പേരിൽ പൊതുവിൽ അറിയപ്പെടുന്ന ഒരു പുതിയ ചികിത്സാ രീതി, ഖുർആൻ തെറാപ്പി എന്ന പേരിലൊക്കെ പലരും ചില സ്ഥലങ്ങളിലൊക്കെ ചില സെൻ്ററുകളൊക്കെ ഉണ്ടാക്കി അവിടെ ഇങ്ങനെ രോഗികളായി വരുന്ന ആളുകൾക്ക് ഖുർആൻ ഓതിക്കൊടുത്തുകൊണ്ട് അവരെ ചികിത്സിക്കുകയും അതിന് പണം വാങ്ങുകയും, അങ്ങനെ പരിശുദ്ധ ഇസ്ലാമിൽ വിശുദ്ധ ഖുർആൻ ഇങ്ങനെ ഒരു ചികിത്സാ രീതിയുടെ ഒരു അടിസ്ഥാന ഗ്രന്ഥമാണ് എന്ന രീതിയിൽ പ്രചരിപ്പിക്കുകയും പല രോഗങ്ങൾക്കും ഇങ്ങനെ ഇത്തരം ഖുർആൻ തെറാപ്പി നടത്തിയാൽ മതി എന്ന് വിശ്വസിക്കപ്പെടുകയും ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട്. അതിൻ്റെ ഒരു ഇരയാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞ ഈ അവസ്ഥയിൽ മരണപ്പെട്ടുപോയ നമ്മുടെ ഒരു സഹോദരൻ. ആ പശ്ചാത്തലത്തിൽ എന്താണ് ഈ റുഖിയ ശർഇയ്യ എന്നതും ഇസ്ലാം അതിൽ അംഗീകരിക്കുന്നത് എന്താണ്, അംഗീകരിക്കാത്തത് എന്താണ് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇസ്ലാം അംഗീകരിക്കുന്ന പല കാര്യങ്ങളെയും അതുമായി ബന്ധപ്പെട്ട് നിരവധി അന്ധവിശ്വാസങ്ങളും അതുപോലെ തന്നെ ശിർക്കും അതിനോട് ചുറ്റും തഴച്ചു വളരുന്നത് നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ ഇസ്ലാം അനുവദിച്ചതാണ്, ചില സന്ദർഭങ്ങളിൽ പ്രോത്സാഹിപ്പിച്ചതുമാണ് ഖബർ സിയാറത്ത് എന്നുള്ളത്. അത് നിങ്ങളെ മരണത്തെ ഓർമ്മിപ്പിക്കും. ഖബറാളികൾക്ക് വേണ്ടി, അവരുടെ പരലോക രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളൊരവസരമാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുവദിക്കുക മാത്രമല്ല, അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ഒരു പ്രവൃത്തിയുടെ അരികു പറ്റിക്കൊണ്ടാണ്, അതിനെ വീണ്ടും വീണ്ടും മറ്റു പല രീതിയിലും വ്യാഖ്യാനിച്ചുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ജാറങ്ങളോടനുബന്ധമായി നടക്കുന്ന എല്ലാ ബഹുദൈവത്വപരമായ ആരാധനാകർമ്മങ്ങളും അതുപോലെ ശിർക്കിൻ്റെയും ബിദ്അത്തിൻ്റെയും തോന്നിവാസത്തിൻ്റെയും ഒക്കെ ഒരു കൂത്തരങ്ങായി ഇത്തരം മക്ബറകൾ അഥവാ ശ്മശാനങ്ങൾ മാറിയത് ഈ ഒരു ചെറിയ അനുവാദത്തെ മറപിടിച്ചുകൊണ്ട് അതിൻ്റെ പേരിൽ അതങ്ങോട്ട് വളർത്തിക്കൊണ്ടുവരുന്ന ഒരു രീതിയാണ് കാണുന്നത്. ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് കാണാൻ കഴിയും. ഇസ്ലാമിലെ പല കാര്യങ്ങളും അനുവദിച്ച കാര്യങ്ങളെ മറ്റൊരു രീതിയിൽ അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിനെ തെറ്റിലേക്കും ശിർക്കിലേക്കും ബിദ്അത്തിലേക്കും ഒക്കെ സമൂഹത്തെ കൊണ്ടുപോകാനുള്ള ഒരു മാധ്യമമാക്കി മാറ്റുന്ന രീതി കാണാൻ കഴിയും. ആ രീതിയിൽപ്പെട്ട ഒന്ന് തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ റുഖിയ ശർഇയ്യ. അല്ലെങ്കിൽ റുഖിയ ശർഇയ്യ എന്ന പദത്തിൻ്റെ അർത്ഥം മതം അനുവദിച്ച മന്ത്രം എന്നാണ് അതിൻ്റെ അർത്ഥം. റുഖിയ എന്ന് പറഞ്ഞാൽ മന്ത്രം എന്നാണ്. ശർഇയ്യത്ത് എന്ന് പറയാൻ കാരണം മതം അനുവദിച്ചത് എന്ന അർത്ഥത്തിനാണ്. ശർഇലുള്ള മതത്തിലുള്ള മന്ത്രം എന്നാണ് അത് ആ പദം ഉദ്ദേശിക്കുന്നത്. കാരണം റുഖിയ ശിർക്കിയ എന്ന് പറഞ്ഞ വേറൊന്നുണ്ട്. അതായത് ബഹുദൈവത്വത്തിൽ അധിഷ്ഠിതമായ മന്ത്രങ്ങളും മന്ത്രവാദവും ഇങ്ങനെ ഒരുപാട് ഇതുമായി ബന്ധപ്പെട്ട പലതുണ്ട്. അപ്പം അതിൽ നിന്ന് വേർതിരിക്കുന്നതിന് വേണ്ടി മുസ്ലിം പണ്ഡിതന്മാർ നൽകിയ ഒരു പേരാണ് റുഖിയ ശർഇയ്യ. അല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ റുഖിയ ശർഇയ്യ
എന്ന രീതിയിലൊന്നും പറഞ്ഞിട്ടില്ല. റസൂലിന്റെ ഹദീസുകളിൽ റുക്കിയ എന്ന പദം നമുക്ക് കാണാൻ പറ്റും. റുക്ക എന്നും മന്ത്രം, മന്ത്രിക്കുക എന്നുള്ള കാര്യങ്ങൾ നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് കാണാൻ കഴിയും. പിന്നെ പിൽക്കാലത്ത് അതിൻ്റെ പേരിൽ ഈ മന്ത്രവാദവും മന്ത്രവാദ ചികിത്സയും മനുഷ്യൻ നേരത്തെ നമ്മൾ പറഞ്ഞ രീതിയിൽ ഖബർ സിയാറത്തിൻ്റെ പേരിൽ ഖബറാരാധന ഉണ്ടായതുപോലെ ഈ മന്ത്രം ഇസ്ലാം അനുവദിച്ച ചില മന്ത്രങ്ങളുടെ പേരിൽ മന്ത്രവാദവും മന്ത്രവാദ ചികിത്സയൊക്കെ വളർന്നു വന്നപ്പോൾ അതിനെ വേർതിരിക്കുന്നതിന് വേണ്ടി പണ്ഡിതന്മാർ അതിന് നൽകിയ ഒരു പേരാണ് റുഖിയ ശർഇയ്യ. ശറഅത്തിലുള്ള ശരീഅത്തിലുള്ള റുഖിയ. ഈ റുഖിയ ശർഇയ്യ എന്നതിനെ വിശുദ്ധ ഖുർആനും അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഹദീസും റസൂലുള്ളാഹിയും നമുക്ക് പഠിപ്പിച്ചു തന്നതിൽ നിന്നും അതിനെ വേറെ തലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതാണ് മുസ്ലിങ്ങളായ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കണം എന്ന് ജനങ്ങളെ പഠിപ്പിക്കുന്ന ആളുകൾ തന്നെ ഈ റുഖിയ ശർഇയ്യ എന്നതിനെ റസൂലുള്ളാഹിയും അതുപോലെ ഖുർആനും നമ്മെ പഠിപ്പിക്കുന്നതിന് അപ്പുറത്തേക്കുള്ള ചില വഴിയിലൂടെ കൊണ്ടുപോകുന്നുണ്ട്. അതാണ് ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദുഃഖകരമായ പ്രയാസകരമായ കാര്യങ്ങൾ. ഇപ്പോൾ വിശുദ്ധ ഖുർആൻ ഒന്ന് ഈ മന്ത്രിക്ക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അതൊരു തരം പ്രാർത്ഥന തന്നെയാണ്. പക്ഷെ രണ്ടും വ്യത്യാസം. മന്ത്രിക്ക എന്ന് പറയുന്നത് ഇസ്ലാം അനുവദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. പ്രാർത്ഥനയുടെ മറ്റൊരു രൂപമാണ് യഥാർത്ഥത്തിൽ മന്ത്രിക്കുക എന്ന് പറയുന്നത്. പ്രാർത്ഥനയുടെ മറ്റൊരു രൂപം. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഉദാഹരണം, ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ വന്ന ഒരു മന്ത്രം അല്ലെങ്കിൽ ഒരു മന്ത്രിക്കുന്ന രീതി നമ്മൾ പലപ്പോഴും കേട്ടതാണ്. അന്ന ഉസ്മാൻ ഇബ്നു അബിൽ ആസ് അന്നഹു ശക്കാ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വജ്അൻ ഫീ ജസദിഹി. ഉസ്മാൻ ഇബ്നുൽ ആസ് നബിയുടെ അടുക്കൽ വന്ന് തൻ്റെ ശരീരത്തിൽ വല്ലാത്ത വേദന അനുഭവപ്പെടുന്നത് റസൂലിനോട് പരാതിപ്പെട്ടു. ഫഖാല നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, അപ്പോൾ നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ലഅ യദക അലല്ലദീ തഅലം മിൻ ജസദിക്. ശരീരത്തിൽ വേദന തോന്നുന്ന സ്ഥലത്ത് എവിടെയാണോ വേദന അനുഭവപ്പെടുന്നത് അവിടെ നീ നിന്റെ കൈ വെക്കുക. വഖുൽ ബിസ്മില്ല സലാസൻ, 3 പ്രാവശ്യം നീ ബിസ്മില്ല എന്ന് പറയുക. വഖുൽ സബ്അ മറാത്തിൻ അഊദു ബില്ലാഹി, എന്നിട്ട് 7 പ്രാവശ്യം അഊദു ബില്ലാഹി വ ഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വ ഉഹാദിർ എന്ന് നീ പറയുക. അഊദു ബില്ലാഹി മിൻ ഖുദ്റതിഹി, അള്ളാഹുവോട് ഞാൻ ശരണം തേടുന്നു, അവൻ്റെ കഴിവുകളോടും ഖുദ്റത്തിനോ അനുസരിച്ചും ഞാൻ അള്ളാഹുവോട് കാവൽ തേടുന്നു. മിൻ ശർരി മാ അജിദു വ ഉഹാദിർ, ഞാൻ അനുഭവിക്കുന്ന ഈ വേദനയുടെ വിഷമത്തിൽ നിന്നും ഈ പ്രയാസത്തിൽ നിന്നും അള്ളാഹുവോട് ഞാൻ ശരണം തേടുന്നു എന്ന് 7 പ്രാവശ്യം നീ പറയുക. അതാണ് ഇസ്ലാമിലെ ഒരു മന്ത്രം എന്ന് പറയുന്നത്. അത് ഇസ്ലാമിലെ ഒരു മന്ത്രമാണ്. അപ്പോൾ പ്രാർത്ഥനയും മന്ത്രമായിട്ട് വ്യത്യാസം എന്താണ്? നമ്മുടെ ശരീരത്തിൽ വേദന വരുമ്പോൾ നമ്മൾ അള്ളാഹുവോട്, പടച്ചോനെ എൻ്റെ വേദന നീ സുഖപ്പെടുത്തി തരണമേ, എന്നെ നീ കഷ്ടപ്പെടുത്തല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ സ്വമേധയാ നമ്മൾ നടത്തുന്ന പ്രാർത്ഥനകൾ, അത് പ്രാർത്ഥനകളാണ്. ആ പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ആ കാര്യത്തിന് പ്രത്യേകമായി ചില കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ പഠിപ്പിച്ചതിനാണ് ഇസ്ലാമിൻ്റെ സാങ്കേതിക ഭാഷയിൽ മന്ത്രം എന്ന് പറയുന്നത്. അതിന് മന്ത്രം റുഖിയ എന്നാണ് സാധാരണ ഇസ്ലാമിക പണ്ഡിതന്മാർ അതിന് പേര് കൊടുത്തിട്ടുള്ളത്. അപ്പം അത് ഇസ്ലാമിൽ അനുവദിച്ചൊരു കാര്യമാണ്, അതുള്ളൊരു സംഗതിയാണ്. അപ്പം മന്ത്രം എന്ന് പറഞ്ഞ സംഗതി ഇസ്ലാമിൽ ഇല്ല എന്ന് നമ്മൾ പറയണ്ട. മറിച്ച് എന്താണ്, ഇസ്ലാമിലുള്ള മന്ത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചതാണ്. മന്ത്രം എന്ന് പറഞ്ഞത് ഒരു തരം പ്രാർത്ഥന തന്നെയാണ്, പ്രാർത്ഥനയുടെ ഒരു രൂപം തന്നെയാണ്. റസൂലുള്ള പ്രത്യേകമായി നിർദ്ദേശിച്ച ചില പ്രാർത്ഥനകളാണ്. അതിനു പുറമെ നമ്മൾ സ്വമേധയാ രോഗം ഉണ്ടാകുമ്പോൾ പല രീതിയിലും നമ്മൾ അള്ളാഹുവോട് കൈ ഉയർത്തി നടത്തുന്ന പ്രാർത്ഥനകൾ വേറെയുണ്ട്. അപ്പോൾ ഇതൊരു റുഖിയ ശർഇയ്യ. ഞാൻ ഇപ്പം പറഞ്ഞിട്ടുള്ളത് വേദനയുള്ള സ്ഥലത്ത് കൈ വെച്ചിട്ട് അവിടെ 3 പ്രാവശ്യം അല്ലാഹു അക്ബർ എന്ന് പറയുകയും ഈ ബിസ്മില്ല എന്ന് 3 പ്രാവശ്യം പറഞ്ഞ് പിന്നെ 7 പ്രാവശ്യം അഊദു ബില്ലാഹി വ ഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വ ഉഹാദിർ. അതൊരു റുഖിയ ശർഇയ്യ, അതായത് ശർഅ അനുവദിച്ച ഒരു മന്ത്രമാണത്. അത് പ്രാർത്ഥനയുമാണ്. അപ്പോൾ അതാണ് നമ്മൾ ഇത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ റുഖിയ എന്ന് പറയുന്നത് ഒരു പ്രാർത്ഥന തന്നെയാണ്.
ആ പ്രാർത്ഥനക്കുള്ള പ്രത്യേകത അത് ചില സന്ദർഭങ്ങളിൽ റസൂലുള്ള പ്രത്യേകം നിർദ്ദേശിച്ചു വെച്ച പ്രാർത്ഥനകളാണ്. മറ്റുള്ള പ്രാർത്ഥനകൾ ഒരുപാട് ആ കൂട്ടത്തിലുണ്ട്. ഈ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പഠിപ്പിച്ച മറ്റു ചില പ്രാർത്ഥനകൾ നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നതാണ്, നമുക്കൊക്കെ അനുഭവം ഉള്ളതാണ്. അതിന് നമ്മൾ ആ പേര് റുഖിയ എന്ന് പറയില്ല എന്ന് മാത്രമേ ഉള്ളൂ. മറ്റൊരു പ്രാർത്ഥന ഇതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രോഗമുള്ള അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ യഊദു ബഅദ അഹ്ലിഹി, തൻ്റെ ഭാര്യമാർ ചില ഒരു ഭാര്യയ്ക്ക് സുഖമില്ലാതായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ സന്ദർശിച്ചു. എന്നിട്ട് യംസഹു ബിയദിഹിൽ യുംന, വലത് കൈകൊണ്ട് ആ രോഗിയെ ഇങ്ങനെ തടവി, വലത് കൈകൊണ്ട് ഇങ്ങനെ തടവിയിട്ട് വയഖൂലു, എന്നിട്ട് റസൂലുള്ള പ്രാർത്ഥിച്ചു. റസൂലുള്ള പറഞ്ഞു, അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബാസ് വഷ്ഫി അൻത ഷാഫി ലാ ഷിഫാഅ ഇല്ലാ ഷിഫാഅക് ഷിഫാഅൻ ലാ യുഗാദിറു സഖമൻ. ഇതൊരു പ്രാർത്ഥന. ഇതിന് പറയുന്ന മറ്റൊരു പേരാണ് മന്ത്രം എന്നും ഇതിന് വേണമെങ്കിൽ ഒരു പേര് പറയാം. നബി പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ റബ്ബന്നാസ്, ജനങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവേ, അദ്ഹിബിൽ ബാസ്, നീ പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കണമേ, വഷ്ഫി, നീ ശമനം നൽകണമേ, അൻത ഷാഫി, നീയാണല്ലോ ശമനം നൽകുന്നവൻ, ലാ ഷിഫാ ഇല്ലാ ഷിഫാഅക്, നീ നൽകുന്ന ശമനമല്ലാതെ മറ്റൊരു ശമനമില്ല, ഷിഫാഅൻ ലാ യുഗാദിറു സഖമൻ, ഒരു പ്രയാസവും വേദനയും അനുഭവപ്പെടാത്ത രീതിയിലുള്ള ശമനം നീ ഈ രോഗിക്ക് നൽകണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ വലത് ഭാഗത്ത് കൈകൊണ്ട് വലത് ഭാഗത്ത് അല്ലെങ്കിൽ വലത് കൈകൊണ്ട് റസൂലുള്ള ഇങ്ങനെ ശരീരത്തിൽ തടവിക്കൊണ്ട് റസൂലുള്ള പ്രാർത്ഥിച്ചിരുന്നു. അതൊരു റുഖിയ ശറഇയ്യ. അതിനു പുറമെ അല്ലാത്ത രീതിയിൽ ഈ ഒരു പ്രത്യേക പ്രാർത്ഥനയല്ലാത്ത മറ്റേത് പ്രാർത്ഥന നടത്തുന്നതും അത് പൊതുവായ ഒരു പ്രാർത്ഥനയാണ്. ഇതാണ്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരിക്കൽ രോഗിയായപ്പോൾ വിഷമം തോക്കും, വേദന വന്നപ്പോൾ ജിബ്രീൽ റസൂലിന്റെ അടുക്കൽ വന്നു. അബൂ സഈദ് ഖുദരി റളിയല്ലാഹു അൻഹു പറഞ്ഞ ഹദീസാണ്, അന്ന ജിബ്രീൽ അത്തൻ നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ അടുക്കൽ ജിബ്രീൽ വന്നു. ഫഖാല, എന്നിട്ട് ചോദിച്ചു, യാ മുഹമ്മദ് അത്തഷ്തകി ഇഷ്തകൈത്, നബി എന്താ പ്രയാസമുണ്ടോ, വേദന ഉണ്ടോ, ബുദ്ധിമുട്ടുണ്ടോ? കാല നഅം, നബി പറഞ്ഞു, ആ വേദന ഉണ്ട്, വല്ലാത്ത വേദന ഉണ്ട്. അപ്പോ ജിബ്രീൽ പ്രാർത്ഥിച്ചു, ബിസ്മില്ലാഹി അർഖീക് മിൻ കുല്ലി ഷൈഇൻ യുഅ്ദീക്, അല്ലാഹുവിന്റെ നാമത്തിൽ ഞാനിതാ മന്ത്രിക്കുന്നു, മിൻ കുല്ലി ഷൈഇൻ യുഅ്ദീക്, നിനക്ക് വിഷമമുണ്ടാക്കുന്ന എല്ലാറ്റിൽ നിന്നും, മിൻ ശർരി കുല്ലി നഫ്സിൻ ഔ ഐനി ഹസിദിൻ, എല്ലാ അസൂയാലുവിന്റെ കണ്ണുകളിൽ നിന്നും, എല്ലാ ആത്മാക്കളുടെ ഷെറുകളിൽ നിന്നും നിനക്ക് ഞാനിതാ മന്ത്രിക്കുന്നു എന്ന് ജിബ്രീൽ പറഞ്ഞു. അല്ലാഹ് യശ്ഫി, അള്ളാഹു നിനക്ക് സുഖം പ്രദാനം ചെയ്യട്ടെ. ഇതൊരു മന്ത്രമാണ്, ഇതൊരു റുഖിയ ശറഇയ്യാണ്. ഇങ്ങനത്തെ മന്ത്രങ്ങൾ, ഇങ്ങനത്തെ പ്രാർത്ഥനകൾ, ഹദീസുകളിൽ സ്ഥിരപ്പെട്ട പ്രാർത്ഥനകൾ, അത് ഓരോ രോഗത്തിന്റെ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കണം. ചികിത്സിക്കുന്നതിനോടൊപ്പം തന്നെ ആ പ്രാർത്ഥന ഉരുവിട്ടുകൊണ്ടിരിക്കണം. ആ പ്രാർത്ഥന അവർക്ക് ചെല്ലാവുന്നതാണ്. ഇനി ചികിത്സിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് എനിക്ക് തോന്നുകയാണെന്ന് വിചാരിച്ചു, അങ്ങനെ വലിയൊരു രോഗമോ ചികിത്സിക്കേണ്ടൊന്നുമില്ലെങ്കിൽ ഈ പ്രാർത്ഥന ഏതായാലും പ്രാർത്ഥിക്കണം. ഇതുപോലുള്ള പ്രാർത്ഥന നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരു രോഗത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് മരുന്ന് അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്. മരുന്നില്ലാത്ത രോഗമില്ല. അപ്പൊ ആ മരുന്ന് നമ്മൾ ഉപയോഗിക്കുകയും അതിൻ്റെ കൂടെ പ്രാർത്ഥിക്കുകയും ചെയ്യാം. അതാണ് ഒരു മുഅ്മിൻ ചെയ്യേണ്ടത്. ഇന്നല്ലാഹ ലം യൻസിൽ അദ്ദാ ഇല്ലാ അൻസല ലഹു ശിഫ. കഴിഞ്ഞ ആഴ്ച സമാനമായ ഹദീസ് നമ്മളിവിടെ കേട്ടു. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു രോഗം ഇറക്കിയിട്ടുണ്ടെങ്കിൽ അതിന് പ്രതിവിധിയും അല്ലാഹു ഇറക്കിയിട്ടുണ്ട്. അലിമഹു മൻ അലിമ വ ജഹിലഹു മൻ ജഹില എന്ന് റസൂൽ പറഞ്ഞു. അറിയുന്ന ആളുകൾക്കത് അറിയും, അറിയാത്ത ആളുകൾക്കത് അറിയില്ല. അതായത് അതിൻ്റെ ശിഫ എന്താണെന്ന് എല്ലാവർക്കും അറിയില്ല. അത് പഠിച്ച ആളുകൾക്ക് അതിൻ്റെ ശിഫ എന്നതാണ് എന്ന്, അത് പഠിച്ച ഡോക്ടർമാർക്കോ മറ്റവർക്കോ എന്താണ് ഇന്ന രോഗം അതിനറിയും. അറിയാത്ത ആളുകൾക്ക് അറിയില്ല. അപ്പോൾ അവരറിയുന്നവരോട് ചോദിക്കണം എന്താണ് രോഗം. അതാണ് നമ്മൾ ഡോക്ടറുടെ അടുക്കൽ പോണത്. ഈ മറ്റുള്ള രീതിയിലൊക്കെ ചികിത്സ തേടുന്ന അതിലാണ്. ലികുല്ലിദാഇൻ ദവാ ഫൈദാ ഉസീബ ദാഉൻ ബരിഅ ബിഇദ്നില്ല. എല്ലാ രോഗത്തിനും ചികിത്സ ഉണ്ട്.
ആ രോഗത്തിന് അനുഗുണമായ മരുന്ന് അവന് കിട്ടിയാൽ ഇതിനില്ല, അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി ആ രോഗം സുഖപ്പെടും. അപ്പൊ ചികിത്സിക്കുന്നതിനോടൊപ്പം ഇങ്ങനെ പ്രാർത്ഥിക്കുക, പൊതുവായി രോഗം സുഖപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അതോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി നിർദ്ദേശിച്ച പ്രാർത്ഥനകൾ, അവക്കാണ് മന്ത്രങ്ങൾ എന്ന് പറയാ, ആ മന്ത്രങ്ങൾ ചെല്ലുന്നതും അതും അനുവദിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇതാണ് യഥാർത്ഥത്തിൽ ഈ റുഖിയ ശർഇയ്യ എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു വിഷയം ഇവിടെ ഉള്ളത്, റുഖിയ ശർഇയ്യ എന്ന് പറഞ്ഞ് നമ്മുടെ ഇടയിലുള്ളത് ആളുകൾ ചെയ്യുന്നത് വിശുദ്ധ ഖുർആൻ ആയത്തുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒന്നാകെ ഒരു ചികിത്സാരീതി ആവിഷ്കരിച്ചതാണ്. അതിന് യാതൊരു പ്രമാണത്തിന്റെ പിൻബലമില്ല. ഒന്ന്, വിശുദ്ധ ഖുർആൻ എന്നത് ശിഫയാണ്, ശമനമാണ് എന്ന് ഖുർആൻ നമ്മോട് പറയുന്നുണ്ട്. അത് രണ്ട് രീതിയിൽ പറയുന്നുണ്ട്. ഒരു സ്ഥലത്ത് ഞാനിവിടെ ഓതിയ രൂപത്തിൽ യാ അയ്യുഹന്നാസ് ഖദ് ജാഅതുകും മൗഇദത്തും മിർ റബ്ബിക്കും, ജനങ്ങളെ നിങ്ങൾക്ക് അള്ളാഹുവിൽ നിന്നുള്ള ഒരു സതുപദേശം വന്നെത്തിയിരിക്കുന്നു. വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ, നിങ്ങളുടെ ഹൃദയത്തിലുള്ള രോഗങ്ങൾക്കൊരു ശമനവും വന്നെത്തിയിരിക്കുന്നു എന്ന് ഖുർആനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. വഹുദൻ വറഹ്മതൻ, സന്മാർഗവും കാരുണ്യവും ഒക്കെ വന്നിട്ടുണ്ട്, മുഅ്മിനീങ്ങൾക്ക് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആ രീതിയിൽ ഖുർആനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതല്ലാതെ തന്നെ ഖുൽ ഹുവ ലില്ലദീന ആമനു ഹുദൻ വശിഫ, ഖുർആനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. വിശ്വാസികൾക്ക് വിശുദ്ധ ഖുർആൻ അതൊരു സന്മാർഗവുമാകുന്നു ശമനവുമാകുന്നു എന്നൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, സൂറത്ത് ഫുസ്സിലത്തിൽ. പിന്നെ സൂറത്തുൽ ഇസ്രായിൽ പറഞ്ഞിട്ടുണ്ട് വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, വിശുദ്ധ ഖുർആനിൽ നാം നിങ്ങൾക്ക് ശമനവും അതുപോലെ മുഅ്മിനുകൾക്ക് ശമനവും കാരുണ്യവും ഖുർആനിൽ നിന്ന് നാം ഉണ്ടാക്കി തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് അടിസ്ഥാനത്തിൽ, ഈ ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്, ഖുർആനിൽ ഏതായത്തും ഇതുപോലെ നമ്മൾക്ക് രോഗമുണ്ടാവുമ്പോൾ ആ ആയത്ത് ഓതാം. ഇപ്പൊ നേരത്തെ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ റസൂലുള്ള പഠിപ്പിച്ച പ്രാർത്ഥന ഉണ്ടല്ലോ, അതിന് പകരം അല്ലെങ്കിൽ അതുപോലെ ഈ ആയത്ത് ഓതാം എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ആ പണ്ഡിതന്മാർ പറഞ്ഞതിനെ അരുപിടിച്ചുകൊണ്ടാണ് ഈ വിശുദ്ധ ഖുർആനിലെ ഈ ആയത്തുകൾ ഇങ്ങനെ എല്ലാവരും ഓതി ഖുർആൻ ചികിത്സ എന്നുള്ളൊരു രൂപം ആളുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ വിശുദ്ധ ഖുർആനിൽ രോഗം ഉണ്ടായപ്പോൾ ഖുർആനിലെ ആയത്തുകൾ ഇങ്ങനെ ഓതിക്കൊടുത്തുകൊണ്ട് വല്ല ചികിത്സയോ സഹാബികളെ പഠിപ്പിക്കുകയോ വല്ലോ ചെയ്തിട്ടുണ്ടോ? അതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിഷയകമായി വിശുദ്ധ ഖുർആനിലെ ചില സൂറത്തുകളും ചില ആയത്തുകളും ശമനത്തിന് വേണ്ടി ഓതിയിരുന്നതായി നമുക്ക് കാണാൻ കഴിയും. അതിലൊന്ന് സൂറത്തുൽ ഫാത്തിഹ. ഒരു പ്രത്യേക സന്ദർഭത്തിൽ സൂറത്തുൽ ഫാത്തിഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ, അത് റസൂലുള്ള ഓതിയതല്ല, മറിച്ച് ഒരു സംഘം ഒരു വഴിക്ക് പോകുമ്പോൾ അവരുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് മന്ത്രം അറിയണ എന്തെങ്കിലും ഒരു മന്ത്രം അറിയണ ആരെങ്കിലും ഉണ്ടോ നിങ്ങളെ കൂട്ടത്തിൽ എന്ന് ചോദിച്ചപ്പോൾ അവർ ഞങ്ങൾക്ക് അറിയും എന്ന് പറഞ്ഞിട്ട് ആ നാട്ടിൽ ഒരു രോഗി ആയ ഒരു പ്രമാണിയെ അവർ ചികിത്സിക്കാൻ അവരെ കൊണ്ടുപോയി. അവരൊന്നും ചെയ്തില്ല, അവരവിടെ പോയിട്ട് സൂറത്തുൽ ഫാത്തിഹ ഓതി, രോഗിയുടെ മുമ്പിൽ സൂറത്തുൽ ഫാത്തിഹ ഓതി. കുറച്ചു കഴിഞ്ഞു അയാൾക്ക് രോഗം സുഖമായി. അപ്പൊ അവർക്ക് കുറെ സമ്മാനം കൊടുത്തു. അങ്ങനെ നബിന്റെ അടുക്കൽ വന്നു. നബിന്റെ അടുക്കൽ വന്നിട്ട് അവർ ഈ കാര്യം പറഞ്ഞു. അപ്പൊ നബി ചോദിച്ചു, വമാ അദ്റാക അന്നഹാ റുഖിയ, ഈ ഫാത്തിഹ ഒരു മന്ത്രമാണ് എന്ന് ആര് എന്നോട് പറഞ്ഞത്, എങ്ങനെ നിനക്കത് മനസ്സിലായത് എന്ന് അവരോട് പറയുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അംഗീകരിക്കുകയും ചെയ്തു. അത് ശരി, അതൊരു ഈ പറഞ്ഞ രീതിയിൽ രോഗമുണ്ടായ സന്ദർഭത്തിൽ ആ ഫാത്തിഹ ഓതിയിരുന്നു. അതിന് കൂടെ ചികിത്സയും നടത്തും പ്രാർത്ഥനയും നടത്തും, ഫാത്തിഹ ഓതുക എന്നുള്ള ചെയ്തു. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമത് ഖുർആനിൽ നിന്ന് ഓതിയതായി സഹിഹായ ഹദീസിൽ കാണുന്നത് സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ മുഅവ്വിദതൈൻ, ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്. ഈ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തുൽ, ഈ മൂന്ന് സൂറത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ ദിവസവും ഉറങ്ങാൻ കിടക്കുന്ന സന്ദർഭത്തിൽ ആദ്യം തൻ്റെ കയ്യിലൊന്ന് റസൂലുള്ള ഊതിയതിന് ശേഷം ഈ സൂറത്ത് റസൂലുള്ള
ഓതിയതിന് ശേഷം ആ കൈകൊണ്ട് തൻ്റെ ശരീരം, തൻ്റെ മുഖം മുതൽ കാലുവരെ ആ ശരീരത്തിൽ ആ കൈകൊണ്ട് തടവും. 3 പ്രാവശ്യം ചെയ്യും. എന്നും അങ്ങനെ ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രോഗമായ സന്ദർഭത്തിൽ, രോഗിയായി കിടക്കുന്ന സന്ദർഭത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ ഇതേ പ്രവൃത്തി ചെയ്തു കൊടുക്കാറുണ്ടായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. അപ്പോൾ റസൂലുള്ളാഹിക്ക് ഒരു രോഗം, ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ സൂറത്തുൽ ഫാത്തിഹയും അതുപോലെ സൂറത്തുൽ മുഅവ്വിദതൈനിയും പോലത്തെ സൂറത്ത് അതേ രീതിയിൽ അവർ റസൂലുള്ള ഓതിയിട്ട് അത് ശരീരം മുഴുവൻ തടവാറുണ്ടായിരുന്നു. അതിനെ പണ്ഡിതന്മാർ അതൊരു റുഖിയ ശർഇയ്യ ആണ് എന്ന് പറയുന്നത്. വിരോധമല്ല, അത് റസൂലുള്ള അംഗീകരിച്ച ഒരു കാര്യമാണ്. ആ രീതിയിൽ അത് റസൂലുള്ള സൂറത്തുൽ മുഅവ്വിദതൈൻ പല ആളുകളും, നമ്മളൊക്കെ തന്നെ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ചെയ്യുന്നൊരു കാര്യമാണ് അത്. പിന്നെ മൂന്നാമതൊന്ന് സഹീഹായ ഹദീസിൽ വന്നിട്ടുള്ളത് ആയത്തുൽ കുർസി. ആയത്തുൽ കുർസിയും അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സഹീഹായി വന്നിട്ടുണ്ട്. ഇങ്ങനത്തെ ഇതല്ലാത്ത വേറെ ഖുർആനിലെ വേറെ ആയത്തുകൾ ഓതി രോഗം സുഖപ്പെടുത്തുകയോ രോഗം ഉണ്ടാവുമ്പോൾ അത് ഓതിയിട്ട് അതിനൊരു ശമനം കണ്ടതായിട്ടോ ഇല്ല. ഇനി വല്ല സഹിയ ഹദീസ് ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ആയത്ത് അങ്ങനെ ഉണ്ടെങ്കിൽ ആ ആയത്തും കൂടി അതിൽ കൂടുന്നല്ലാതെ വേറെ ഖുർആൻ ഒന്നാകെ ഏത് ആയത്തുകൾ ഓതിയാലും, അങ്ങനെ പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. ആ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് എന്നതിൽ കവിഞ്ഞ് അതിന് പ്രമാണമില്ല. മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഈ മന്ത്രം, പല രീതിയിലുള്ള മന്ത്രം ഉണ്ടായിരുന്നു. പല മന്ത്രങ്ങൾ, ആളുകൾ ഈ മന്ത്രിക്കാറുള്ളൊരു പരിപാടി അവിടുത്തെ നിരന്തരം ഉണ്ടായിരുന്ന സംഭവമാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യകാലത്ത് മന്ത്രം എന്നത് റസൂലുള്ള വിരോധിച്ചു. മന്ത്രിക്കാരൻ്റെ പരിപാടി തന്നെ റസൂലുള്ള പാടില്ല എന്ന് വിരോധിച്ചു. അങ്ങനെ സഹാബിമാരിൽ അത് അക്കാലത്തുണ്ടായിരുന്ന പലരും ആ മന്ത്രത്തിന്റെ പരിപാടി അവർ നിർത്തിവെച്ചു. അങ്ങനെ മന്ത്രിക്കുക എന്നുള്ള പരിപാടി അവർ ചെയ്യൂല എന്ന് വെച്ചു. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പരിശോധിച്ചിട്ട് അവർക്ക് മന്ത്രിക്കുന്ന ചില സന്ദർഭം വന്നു. ഇപ്പോൾ ഒരു ഇതിനെപ്പറ്റി പറഞ്ഞ അംർ ഇബ്നു ഹസമിന്റെ അടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. അദ്ദേഹം റസൂലിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, നബിയെ, നിങ്ങൾ മന്ത്രിക്കുന്ന ഈ മന്ത്രം നബിയെ നിങ്ങൾ വിരോധിച്ചിട്ടുണ്ടല്ലോ. ഞങ്ങൾ ചില രോഗങ്ങൾക്കൊക്കെ ഈ മന്ത്രം ഉപയോഗിക്കാറുണ്ട്. ഈ തേള് കുത്തി വിഷം കുത്തുന്നതിന് അതിനൊക്കെ ചില മന്ത്രങ്ങളൊക്കെ അവർ ഉപയോഗിക്കാറുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ശരി, നിങ്ങൾ എന്താ മന്ത്രം, നിങ്ങളെ മന്ത്രം ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരീന്ന് പറഞ്ഞു. അങ്ങനെ റസൂലുള്ളാഹിന്റെ മുമ്പിൽ കാണിച്ചു കൊടുത്തിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് നോക്കിയിട്ട് പറഞ്ഞു, ഇത് പ്രശ്നമല്ല എന്ന് പറഞ്ഞു. റസൂലുള്ള അത് അനുവദിച്ചു കൊടുത്തു. അതെന്താണോ എന്തായിരുന്നു ആ മന്ത്രം, ആ വാചകം, എന്താണ് ആ പ്രാർത്ഥന, അത് നമുക്കറിയില്ല. റസൂലുള്ള നോക്കിയിട്ട് ഓക്കെ, ശിർക്കൊന്നുമില്ലല്ലോ, വിരോധമല്ല എന്ന് പറഞ്ഞു. അതുപോലെ മറ്റൊരു അവസരം അതുപോലെ തന്നെ ഷിഫ ബിൻത് അബ്ദില്ല എന്ന് പറഞ്ഞൊരു സ്ത്രീ, അവര് ഇങ്ങനെ ഒരു ചില രോഗങ്ങൾക്ക് ഇങ്ങനെ മന്ത്രിക്കുന്ന, ജാഹിലിയ കാലത്ത് ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് ഇങ്ങനെ മന്ത്രിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. അങ്ങനെ ഇസ്ലാം മതം വിശ്വസിച്ചതോടുകൂടി അവർ ഈ മന്ത്രിക്കൽ നിർത്തി. അപ്പം നിർത്തിയപ്പോൾ ഒരു രോഗി അവരെടുത്ത് വന്നപ്പോൾ അവർ പറഞ്ഞു, ഞാൻ മുസ്ലിം ആയോടുകൂടി ആ പരിപാടി നിർത്തിക്കുന്നത്. അപ്പം ആ രോഗി ആ കാര്യം റസൂലിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞു, എന്താണ് അവരുടെ ഈ മന്ത്രത്തിലെ വാചകങ്ങൾ, എന്താണ് ആ പദം, അതൊന്ന് എനിക്ക് കാണിച്ചു തരാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ റസൂലുള്ളാഹിക്ക് കാണിച്ചു കൊടുത്തു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിരോധമല്ല, ഇത് ഉപയോഗപ്പെടുത്താം. വായിക്കാറിയണ്ടല്ലോ, അത് പറഞ്ഞു കൊടുത്താൽ പോരെ. എഴുതി കൊടുക്കാൻ വായിച്ചു അത് എന്താണ് എഴുതി കൊടുത്തു എന്നുള്ളതല്ലോ, അത് നബിയുടെ മുമ്പിൽ അത് സമർപ്പിക്കാൻ പറഞ്ഞു എന്നാണ്, അല്ലാതെ വായിച്ച് കടലാസിൽ എഴുതി കാണിച്ചു കൊടുത്തു എന്നുള്ളതല്ല. അവരുടെ നബിന്റെ മുമ്പിൽ അത് സമർപ്പിക്കാൻ പറഞ്ഞു. അരിതു അലയ്യ എന്നാ പറഞ്ഞു, എന്റെ മുമ്പിൽ നിങ്ങൾ സമർപ്പിക്കും. അപ്പൊ നബിക്ക് അതിപ്പോ ചൊല്ലിക്കൊടുത്തു. നബിക്ക് ചൊല്ലിക്കൊടുത്തു, ഇതാണ് ഞങ്ങൾ പറയുന്നത്. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അതും എന്താണ് ആ വാചകം നമുക്കറിയില്ല, അത് ആ സ്ത്രീക്ക് റസൂലുള്ളാഹി അനുവദിച്ച സംഗതിയാണ്. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കിപ്പോ നമ്മുടെ ഈ റസൂലൊന്നുമില്ല. നമുക്ക് ആകെ ഈ ഹദീസുകളിലും അതുപോലെ വിശുദ്ധ ഖുർആനിലും സ്ഥിരപ്പെട്ടതല്ലാത്ത ഒന്ന് നമ്മൾക്ക് ഈ മന്ത്രം എന്ന് പറയാനുള്ള ഒരു പ്രമാണം നമ്മുടെ മുമ്പിലില്ല. നമ്മളിപ്പോ പറഞ്ഞ ഈ ഹദീസ് റസൂലുള്ള അംഗീകരിച്ച കാര്യങ്ങളുണ്ട്. അതിന് നമ്മൾ പ്രാർത്ഥന എന്നാണ് നമ്മൾ പറയാറുള്ളത്. മറ്റുള്ള ആളുകൾ അതിന് റുഖിയ എന്ന് പറയും.
പണ്ഡിതന്മാരൊക്കെ അതിന് റുക്കിയ എന്ന് പറയും. എന്ത് പേര് പറഞ്ഞാലും അത് നമ്മളൊക്കെ അനുവദിക്കണമെന്ന് നമ്മളൊക്കെ ചെയ്യുന്നൊരു കാര്യമാണ്. പിന്നെ വിശുദ്ധ ഖുർആനിലെ ഏതെങ്കിലും ആയത്തുകൾ ഇങ്ങനെ എല്ലാറ്റിനും ഓതുന്നതിന് റസൂലുള്ളാഹിയിൽ നിന്ന് അങ്ങനത്തെ ഒരു പ്രമാണം നമുക്ക് സാധ്യമല്ല. മറിച്ച് ഈ ഖുർആന്റെ ആയത്ത് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഷിഫ എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. വിശുദ്ധ ഖുർആൻ ഷിഫയാണ്, ശമനമാണ് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ടാണ് അത് ഏതും ഓതാം എന്ന് പണ്ഡിതന്മാര് അതിനെ റുഖിയ ശറഈയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞിട്ടുള്ളത്. അതല്ലാതെ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വരുന്ന ഒരു രീതിയല്ല. അപ്പൊ നമുക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ളത് അതാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മളുടെ ഇടയിൽ നമുക്ക് വിശ്വാസപരമായും മറ്റു കാര്യങ്ങളിലൊക്കെ പ്രയാസം ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത, പ്രത്യേകിച്ചും ഇതിൻ്റെ പേരിൽ അന്ധവിശ്വാസങ്ങൾ ധാരാളം ഇവിടെ പ്രചരിച്ച് ആകെ അന്ധവിശ്വാസം മനുഷ്യന്റെ എല്ലാ അർത്ഥത്തിലുള്ള പുരോഗതിക്കും തടസ്സമാകുന്ന രീതിയിലുള്ള ഇവിടുത്തെ കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനത്തെ തന്നെ, അല്ലെങ്കിൽ ഈ നവോത്ഥാന ആശയങ്ങളെ തന്നെ ഒരുപാട് നൂറ്റാണ്ടുകൾ പിന്നിലേക്ക് പിടിച്ചു വലിക്കുന്ന രീതിയിലുള്ള അന്ധവിശ്വാസങ്ങൾ ഇതിൻ്റെ പേരിൽ പ്രചരിപ്പിക്കപ്പെടുമ്പോൾ നമ്മൾക്ക് ഏറ്റവും സേഫായി ഏറ്റവും നല്ലത് അള്ളയും റസൂലും പഠിപ്പിച്ചതിൽ അതിൽ നിന്ന് അണുമണിത്തൂക്കം അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാതെ അതിൽ സ്ഥിരപ്പെട്ട പ്രാർത്ഥനകൾ, അതിന് മന്ത്രം പേര് പറഞ്ഞാലും അല്ലാത്തത് എന്ത് പേര് പറഞ്ഞാലും അത് മാത്രം നമ്മൾ അംഗീകരിക്കുകയും മറ്റുള്ളതൊന്നും നമുക്ക് റസൂലുള്ള നമുക്ക് പഠിപ്പിച്ച് അനുവദിച്ചു തരാത്തിടത്തോളം കാലം, ഖുർആനും ഹദീസും നമുക്ക് പറഞ്ഞു തരാത്തിടത്തോളം കാലം വ്യാഖ്യാനത്തിന്റെ പിന്നാലെ പോയി അതിൻ്റെ കൂടെ പോകാതിരിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ ഇതിൻ്റെ പിന്നിൽ പിന്നെ ഒരുപാട് ചില ഹദീസുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഇത് ഒരുപാട് മുന്നോട്ട് പോയി പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വളരെ വ്യക്തമായി പറഞ്ഞൊരു കാര്യമാണ്, ഇന്നർ റുഖ വത്തമാഇമ വത്തിബലത ശിർകുൻ. റസൂലുള്ളാഹി പറഞ്ഞാണ് മന്ത്രവാദം, അതുപോലെ തന്നെ ഐക്കല്ല് കെട്ടൽ, അതുപോലെ ഭർത്താക്കന്മാരുടെ പ്രീതി സമ്പാദിക്കാൻ വേണ്ടി ശരീരത്തിൽ ബന്ധിക്കുന്ന ചരട്, ഇതൊക്കെ ശിർക്കാണ്, ബഹുദൈവത്വത്തിന്റെ ഭാഗമാണ്. കാരണം എന്താണ്? ഈ മന്ത്രത്തെ പറ്റിയും അതുപോലെ തന്നെ ഈ ചരടിനെ പറ്റിയും അതുപോലെ ഈ ഐക്കല്ലിനെ പറ്റിയൊക്കെ അത് കെട്ടുന്ന ആളുകളുടെ വിശ്വാസം ആ കെട്ടുന്ന കയറുകൊണ്ടാണ് കയറാണ് അവരെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണല്ലോ വിചാരിക്കുന്നത്. ഐക്കല്ല് കെട്ടിയ ഒരാളുടെ കയ്യിൽ നിന്ന് ഐക്കല്ലുകൾ മുറിച്ചു നോക്കണ്ടി, അപ്പൊ അയാൾ ആകെ അസ്വസ്ഥനാകും, അയാൾ അതിനെ സമ്മതിക്കൂല. കാരണം അയാൾ വിശ്വസിക്കുന്നത് ആ മന്ത്രിച്ചൂതി കെട്ടിയ കയറാണ് തൻ്റെ രക്ഷയായിക്കൊണ്ട് അവിടെ നിൽക്കുന്നതെന്നാണ്. അത് അള്ളാഹു അല്ലാതെ മറ്റൊരു നമ്മുടെ അഭൗതികമായ രീതിയിൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തുള്ള രീതിയിൽ ഗുണവും ദോഷവും ചെയ്യാൻ അള്ളാഹ്ക്ക് മാത്രമേ കഴിയുള്ളൂ. ഒരു മഖ്ലൂക്കിനും കഴിയില്ല. കാര്യകാരണ ബന്ധങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല, കാര്യകാരണ ബന്ധം എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു വസ്തുവിൽ അതിൽ അള്ളാഹു നൽകിയിരിക്കുന്ന പ്രോപ്പർട്ടീസ്, വെള്ളമാണെങ്കിൽ ആ വെള്ളത്തിന് അള്ളാഹു നൽകിയൊരു പ്രോപ്പർട്ടി ഉണ്ട്. ആ പ്രോപ്പർട്ടി ഒന്ന്. പിന്നെ വിശുദ്ധ ഖുർആനും സഹീഹായ ഹദീസും നമ്മെ പഠിപ്പിക്കുന്നതും അതിനപ്പുറത്തുള്ള യാതൊന്നും അള്ളാഹു അല്ലാതെ വേറൊരാൾക്കും കഴിയില്ല. സാധാരണ ഗംഗാജലത്തിൽ പോയി കുളിക്കുന്ന ഒരാള് അത് ശിർക്കായി പോകും. ഗംഗാജലത്തിന് പുണ്യം നിശ്ചയ ശിർക്കാകും. എന്താ കാരണം? ഗംഗാജലത്തിന് ഒരു പ്രോപ്പർട്ടി ഉണ്ട്, അള്ളാഹ് നിശ്ചയിച്ചൊരു പ്രോപ്പർട്ടി, അതിനൊരു ഗുണങ്ങളുണ്ട്. വെള്ളത്തിനുള്ള ഗുണം നമുക്കറിയാം. ഒരു പ്രത്യേക ടെമ്പറേച്ചറിൽ എത്തിയാൽ അത് ഐസാകും, വേറെ ടെമ്പറേച്ചറിൽ എത്തുമ്പോൾ അത് നീരാവിയാകും, കുടിച്ചാൽ ദാഹം ശമിക്കും, അതുകൊണ്ട് പലതും കഴുകാൻ കഴിയും. ഇതൊക്കെ നമുക്ക് പരീക്ഷണ നിരീക്ഷണ ഗവേഷണത്തിലൂടെ വെള്ളത്തെപ്പറ്റി മനസ്സിലാക്കാൻ കഴിയുന്ന സംഗതിയാണ്. അതിനുവേണ്ടി ഇതൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അതിലൊരു തകരാറുമില്ല, അതൊക്കെ അനുവദിക്കപ്പെട്ട സംഗതിയാണ്. നേരെ മറിച്ച് ഇതൊന്നും അല്ലാത്ത ഞാൻ ആ വെള്ളത്തിൽ കുളിച്ചാൽ എൻ്റെ പാപം കഴുകും, പാപമില്ലാതെയായി പോകും എന്ന് പറയുന്നത് ഈ വെള്ളത്തിന് അള്ളാഹു നൽകിയ പ്രോപ്പർട്ടീസിന്റെ അപ്പുറത്തുള്ള ഒന്ന് നമ്മൾ അതിൽ നിന്ന് പ്രതീക്ഷിക്കാണ്. അപ്പോൾ അത് ശിർക്കായി മാറി. അതാണ് ബഹുദൈവത്വത്തിന്റെ ഭാഗം. അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു ഉദാഹരണം പറയാം. ഇപ്പോ സംസം വെള്ളം എന്നുള്ള അർത്ഥത്തിൽ അതിന്റെ എല്ലാ കാര്യങ്ങൾക്കും അത് ഉപയോഗിക്കാം. അതിനു പുറമെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആ വിഷയത്തിൽ പറഞ്ഞു, മാഉ സംസം ലിമാ ശുരിബ ലഹു, സംസം വെള്ളം നിങ്ങൾ
കുടിക്കുന്നത് എന്തുദ്ദേശത്താലാണോ അതിന് നിങ്ങൾക്കത് ഉപകാരപ്പെടും. അപ്പോ ആ ഉദ്ദേശത്തോടു കൂടി തനിക്ക് ഈ സംസം വെള്ളം കുടിക്കുന്നത് ഇന്ന കാര്യത്തിന് ഉപകരിക്കും എന്ന വിശ്വാസത്തോടു കൂടി ഓൻ സംസം വെള്ളം കുടിച്ചാൽ അവിടെ യാതൊരു ശിർക്കോ ബഹുദൈവത്തോ വരൂല. കാരണം അത് അള്ളാഹുവും റസൂലും നമ്മൾ പഠിപ്പിച്ചൊരു സംഗതിയാണ്. അപ്പൊ രണ്ട് സംഗതിയാണ്. ഒന്ന് ഭൗതികമായും നമ്മുടെ അറിവ്, പരീക്ഷണ, നിരീക്ഷണ, ഗവേഷണങ്ങളിലൂടെ ഒന്നിനെ പറ്റി നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയ ഒരു പ്രോപ്പർട്ടീസ്, അതിന്റെ ഗുണം. രണ്ടാമത്തത് വിശുദ്ധ ഖുർആനും സഹീഹായ ഹദീസും നമ്മെ പറ്റി, നമുക്കൊരു സംഗതിയെ പറ്റി പറഞ്ഞു തരുന്നുള്ളത് അത് നമ്മൾ അറിവിൽ പെട്ടതാണെങ്കിലും പെട്ടിട്ടില്ലെങ്കിലും അത് പറയണതും അതിൻ്റെയും അപ്പുറത്തുള്ള ഒരു സംഗതി ഒന്നിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതാണ് ശിർക്ക്. അതുകൊണ്ടാണ് ഒരു പാമ്പിനെ നമ്മൾ പേടിക്കുമ്പോൾ അവിടെ യാതൊരു ബഹുദൈവത്വമില്ല. പാമ്പ് വന്ന് കൊത്തിയാൽ അതിന് വിഷമേൽക്കും, അത് നമുക്ക് ദോഷമാണ്, നമ്മൾ മരിക്കാനിടയാകും, ഒരു പ്രശ്നമില്ല. പക്ഷെ പാമ്പിന്റെ രൂപത്തിൽ ഒരു കല്ലുണ്ടാക്കിയിട്ട് അതിനെ നമ്മൾ പേടിക്കുമ്പോൾ എന്താണ് പ്രശ്നം? അതിനെ നമ്മൾ പേടിക്കുമ്പോൾ എന്താണ്? ഒരു കല്ലുകൊണ്ട് ഉണ്ടാകാൻ പറ്റുന്ന ദോഷം എന്താന്നുള്ളത് നമുക്കറിയാലോ. അതിനപ്പുറത്തുള്ള ഒരു ദോഷമാണ് നമ്മൾ അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് അത് പാടില്ല എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് മരിച്ചുപോയ മഹാത്മാക്കളെ പറ്റി നമ്മൾ ചെയ്യുന്നതും. മരിച്ചുപോയ മഹാത്മാക്കൾ, ഒരു മരിച്ച ആൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഭൗതികമായി നമുക്കറിയാം. അതിനു പുറമെ അള്ളാഹു റസൂൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള സംഗതി പറയണം. അതിനപ്പുറത്തുള്ള സംഗതി നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് അവരാണെന്നും നമ്മൾക്ക് മക്കളെ തരാൻ അവർക്ക് സാധിക്കും എന്നൊക്കെ വിശ്വസിക്കുന്നത് അതിനപ്പുറത്തുള്ള സംഗതിയാണ്. അതാണ് കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തുള്ള സംഗതി. അതിനപ്പുറത്തുള്ള രീതിയിൽ ഈ മന്ത്രച്ചരടുകളും അതുപോലെ ഐക്കല്ലുകളും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ജനങ്ങൾ ഉപയോഗിച്ച് അങ്ങനെ മനുഷ്യനൊക്കെ ശിർക്കിലേക്ക് അപക്കപ്പെടുന്ന രീതി നമുക്ക് കാണാൻ കഴിയും. അത് അങ്ങനത്തെ ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഏറ്റവും സൂക്ഷ്മമായ അവസ്ഥ അള്ളാഹുവും റസൂലും പഠിപ്പിച്ച റുഖിയ ശർഇയ്യ അല്ലെങ്കിൽ പ്രാർത്ഥനകൾ, ശരീഅത്ത് അനുവദിച്ച പ്രാർത്ഥന, അതിനപ്പുറത്തേക്ക് ഒരു കാരണവശാലും നമ്മൾ പോകാൻ പാടില്ല. പിന്നെ നമ്മൾ ഖുർആൻ ആയത്ത് ഇങ്ങനെ ഓതിയുമ്പോൾ ശരീരത്തിൽ പല മാറ്റങ്ങൾ ഉണ്ടാകുന്നു, അങ്ങനെ ജിന്നിനെ പുറത്തിറക്കാൻ അത് ഉപയോഗിക്കുന്നു. ഇത് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളിൽ മാത്രമുള്ള സംഗതിയല്ല. നിങ്ങൾക്ക് അന്വേഷിച്ചാൽ അറിയാം. ഇത് ക്രിസ്ത്യാനികളുടെ ഇടയിൽ വളരെ വ്യാപകമായിട്ടുള്ള കാര്യമാണ്, മറ്റുള്ളവരുടെ ഇടയിലുള്ള കാര്യമാണ്. ഈ സംസാരിക്കുന്നത് മറ്റൊരു ഭാഷയെ സംസാരിക്കുന്നു, വേറെ ഇളകി സംസാരിക്കുന്നു, ഇതൊക്കെ ജിന്നാണ് എന്നോ ശൈത്താനാണ് എന്നോ ആരാണ് നമുക്ക് പറഞ്ഞു തരുന്നത്? നമുക്കെല്ലാം അറിവെന്താണ്? നമുക്കതിനുള്ള ഒരു അറിവില്ല. അതൊരു പക്ഷേ പല രോഗങ്ങളുടെ കൂട്ടത്തിൽ ഒരു രോഗമാകാം. ആ രോഗത്തിന് ഇനിയും ചികിത്സകൾ കണ്ടെത്തിയേക്കാം എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുക എന്നല്ലാതെ ഖുർആനും ഹദീസും നമുക്ക് വിവരിച്ചു തരാത്തിടത്തോളം കാലം, അല്ലെങ്കിൽ ശാസ്ത്രം നമുക്ക് വ്യക്തമാക്കി തരാത്തിടത്തോളം കാലം അത്തരം അന്ധവിശ്വാസങ്ങളിലൊന്നും നമ്മൾ ഒരിക്കലും അകപ്പെട്ടു പോകാൻ പാടില്ല. അതാണ് ഈ വിഷയകമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഖുർആൻ ഹദീസും പഠിപ്പിച്ച മന്ത്രവും പ്രാർത്ഥനയും റുഖിയ ശർഇയ്യും അതിലൊതുങ്ങി അതിനപ്പുറത്തേക്കുള്ളതൊക്കെ അന്ധവിശ്വാസമാണെന്നും തെളിവുകളില്ലാത്തതാണെന്നും മനുഷ്യനെ നശിപ്പിക്കുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരു കാര്യം കൂടി അതിൽ പറയാനുള്ളത്, അനുഭവം എന്നത് ഇസ്ലാമിൽ ഒരു പ്രമാണമല്ല. പല ആൾക്കാർക്കും അങ്ങനെ അനുഭവമുണ്ട്, ഇങ്ങനെ അനുഭവമുണ്ട്, ഒരു പ്രമാണമില്ല. ഈ നാസറുദ്ദീൻ അൽബാനിയോട് ഒരിക്കൽ ചോദിക്കുകയുണ്ടായി അനുഭവത്തെ സംബന്ധിച്ചിടത്തോളം. അദ്ദേഹം വളരെ വ്യക്തമായി പറയുകയുണ്ടായി, അനുഭവം എന്നത് ഇസ്ലാം മതത്തിൽ ഒരു പ്രമാണവുമല്ല. അനുഭവം എന്നത് വൈദ്യശാസ്ത്രത്തിൽ പ്രമാണമാണ്, ഭൗതിക ശാസ്ത്രത്തിലെ അനുഭവം പ്രമാണമാണ്. നമ്മുടെ പല രോഗങ്ങൾക്കും മരുന്ന് നിശ്ചയിക്കുന്നതൊക്കെ ഈ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ്. ആ മരുന്ന് കൊടുത്തപ്പോൾ ഇങ്ങനെ പ്രശ്നം ഉണ്ടായി, ഇങ്ങനതുണ്ടായി, അത് പരീക്ഷണങ്ങളും ഗവേഷണങ്ങളും നടത്തുന്ന സംഗതിയാണ്. പക്ഷേ റുഖിയയിൽ, മന്ത്രത്തിൽ അനുഭവം എന്ന് പറഞ്ഞ പ്രശ്നമില്ല. മന്ത്രം എന്ന് പറഞ്ഞത് അള്ളാഹു ഒന്നിൽ നിശ്ചയിച്ചൊരു പ്രത്യേകമായ ഗുണമാണ് എന്ന് റസൂലുള്ള നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതേ ഇതിനുള്ള പ്രമാണമുള്ളൂ. അല്ലാതെ അതിന് വേറെ യാതൊരു ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ബിസ്മില്ലാഹി അല്ലാഹ് ബിസ്മില്ലാഹി എന്ന് 3 പ്രാവശ്യം പറയാ, മറ്റേ പ്രാർത്ഥന 7 പ്രാവശ്യം പറഞ്ഞാൽ എന്താണ് അവിടെ ഉണ്ടാകുക എന്നുള്ളത് നമുക്കെന്താണ് പ്രത്യക്ഷത്തിൽ ഗവേഷണത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമല്ല. മറിച്ച് അത് അള്ളാന്റെ റസൂല് പറഞ്ഞു, അത് മതി, അതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് ആവശ്യമില്ല. അള്ളാന്റെ റസൂല് പറഞ്ഞു. അനുഭവം എന്ന് പറഞ്ഞത് എന്താണ്? അത് ഒരിക്കലും അങ്ങനെ മനസ്സിലാക്കുന്ന കാര്യമല്ല. അത് ഭൗതികമായ കാര്യത്തിൽ അനുഭവവും മന്ത്രത്തിൽ അനുഭവമല്ല.
ഇപ്പൊ ആളുകളൊക്കെ സാധാരണ ഇപ്പോൾ ഖുർആൻ തെറാപ്പി അറിഞ്ഞാണ്ട് ഒരു ചാനൽ തന്നെ ഉണ്ട്. ഏത് രോഗത്തിന് ചോദിച്ചാലും ഇന്ന ആയത്ത് 4 പ്രാവശ്യം അങ്ങനെ ഓതുക, മറ്റേ ആയത്ത് ഇങ്ങനെ ഓതുക. ഇതൊക്കെ എവിടുന്ന് കിട്ടി? ആര് പറഞ്ഞു? ആയത്ത് ഓതിയാൽ ഇത് സുഖപ്പെടും എന്ന് ആരാണ് നമ്മെ പഠിപ്പിച്ചത്? ഇന്ന ആയത്ത് ഓതിയാൽ ഇന്ന രോഗം സുഖപ്പെടുന്നു അള്ളയും റസൂലും പഠിപ്പിക്കണം ഒന്നുകിൽ, അതല്ലെങ്കിൽ ശാസ്ത്രം നമ്മെ പഠിപ്പിക്കണം. ഇത് രണ്ടും പഠിപ്പിക്കാതെ ഒരാളിങ്ങനെ പറഞ്ഞാൽ അതാവുമോ? ഇല്ല. അതൊക്കെ കടുത്ത അന്ധവിശ്വാസം. അപ്പൊ അതുകൊണ്ട് അനുഭവം ഒന്നും ഇസ്ലാമിൽ ഒരു പ്രമാണമേ അല്ല. ഖുർആനും ഹദീസും ശാസ്ത്രീയമായ അറിവും ഇത് മാത്രമാണ് നമുക്ക് അറിവായി നമ്മുടെ മുമ്പിലുള്ളത്. അതിനവലംബിച്ചാണ് നമ്മളുടെ വിശ്വാസവും അതിനവലംബിച്ചാണ് നമ്മുടെ പ്രവർത്തനവും നാം കെട്ടിപ്പടുക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.